ഞാൻ ലക്ഷ്മി ഷാജി. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കാർഗിൽ വിജയ് ദിവസ് അതിന്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ വിജയം ഇന്നും ഓരോ ഭാരതീയനും നൽകുന്ന ആത്മവീര്യവും ആത്മവിശ്വാസവും വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതല്ല. കാർഗിൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ ധീര സൈനികന്റെയും ദീപ്തസ്മരണയിൽ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാതെ ഈ ദിവസം ഒരു ഭാരതീയനും കടന്നു പോകാനുമാവില്ല. കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഓരോ വീര സൈനികന്റെയും ജീവന് പകരം അവർ എന്തിനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയോ ആ ലക്ഷ്യം നേടുത്തുന്ന ഓരോ ധീര സൈനികനെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്മരിക്കാനുള്ളതാകട്ടെ ഈ ഒരു ദിവസം. അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് 500-ൽ പരം ധീര സൈനികരുടെ വിലമതിക്കാനാകാത്ത ജീവനുകളായിരുന്നെങ്കിലും അവർ അവരുടെ ബലിദാനത്തിലൂടെ ഭാരതത്തിനും ഓരോ ഭാരതീയർക്കും നേടിത്തന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതിനാലാണല്ലോ മേൽപ്പറഞ്ഞ തീരാനഷ്ടത്തിലും നമ്മൾ ഈ ദിവസം ആഘോഷമാക്കുന്നത്. പാകിസ്ഥാന്റെ വിശ്വാസവഞ്ചനയുടെ ഉത്തമ ഉദാഹരണമായ കാർഗിൽ യുദ്ധത്തിൽ നിന്നും അവർ ഇന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നും അവർ ഇപ്പോഴും ഭീകരവാദത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ അതിർത്തികളിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്നതായും ഇന്നും നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന അഗ്നിപഥ് പോലെയുള്ള പദ്ധതികളെക്കുറിച്ച് എന്തിന് ശത്രുരാജ്യത്ത് നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ പറ്റി പോലും സ്വാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതിപക്ഷവും ഇടതു ബുദ്ധിജീവികളും പറഞ്ഞു പരത്തുന്ന സംശയങ്ങളും കിംവദന്തികളും നമ്മുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയും ഒരർത്ഥത്തിൽ രാഷ്ട്രവിരുദ്ധവുമല്ലേ? അത്തരം ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അവയൊക്കെ നമ്മുടെ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെയും ആത്മവീര്യത്തെയും എത്രമാത്രം പ്രതികൂലമായി ബാധിച്ചേക്കും. അങ്ങനെയൊക്കെയാണെങ്കിലും ഭരണാധികാരികൾ രാഷ്ട്രീയ വൈരം മറന്ന് നമ്മുടെ സൈനികരിൽ അർപ്പിക്കേണ്ട വിശ്വാസം എത്രമാത്രമായിരിക്കണമെന്നും അവർക്കൊപ്പം നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നും ഓരോ കാർഗിൽ വിജയ് ദിവസങ്ങളും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ഈ കാർഗിൽ വിജയ് ദിവസിൻ്റെ 25ാം വാർഷികത്തിൽ അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ചർച്ചയിൽ റിട്ടയർഡ് കേണൽ എസ് ഡിനി, റിട്ടയർഡ് ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, റിട്ടയർഡ് ബ്രിഗേഡിയർ വേണു നായർ, റിട്ടയർഡ് കേണൽ RK നായർ എന്നിവർ ചേരുന്നുണ്ട്. എല്ലാ ബഹുമാന്യരായ അതിഥികൾക്കും സ്വാഗതം. ആദ്യം റിട്ടയർഡ് ബ്രിഗേഡിയർ വേണു നായരിലേക്കാണ്. ബ്രിഗേഡിയർ, ഇപ്പോൾ പറഞ്ഞതുപോലെയാണ്, കാരണം 500-ൽ പരം സൈനികരുടെ ജീവൻ നഷ്ടമായി, അവരുടെ ബലിദാനം, 1000-ൽ പരം സൈനികർക്ക് പരിക്കേറ്റു. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഇതിനെ വിജയ് ദിവസ് എന്ന് പറഞ്ഞ് അനുസ്മരണാർത്ഥം ഉള്ള പരിപാടികളൊപ്പം തന്നെ ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നത് ആ ഒരു വിജയം ഇപ്പോഴും ഓർക്കുമ്പോഴും ഇപ്പോഴത്തെ തലമുറയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം, ആത്മവീര്യം ചെറുതല്ല എന്നുള്ളത് കൊണ്ടല്ലേ? ലക്ഷ്മി, എല്ലാവർക്കും ആദരാഞ്ജലികൾ പറഞ്ഞല്ലോ. നിങ്ങൾക്കും കോ പാനലിസ്റ്റിനും വ്യൂവേഴ്സിനുമെല്ലാം എൻ്റെ ജയ് ഹിന്ദ്. കാർഗിൽ ദിവസത്തിൻ്റെ 25ാം വാർഷികമായ ഇന്ന് നമ്മുടെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിച്ച 527 ധീര ജവാന്മാരെ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ ആദ്യമായിട്ട് അർപ്പിക്കട്ടെ. ഇത് 25 വർഷം മുമ്പ് നടന്നതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഏതാണ്ട് ഓർമ്മ ഉണ്ടാകാവുന്ന ഒരു വാർ, ലിമിറ്റഡ് വാറാണ്, എന്നാലും വാറാണിത്. പാകിസ്ഥാനുമായിട്ട് ഉണ്ടായ ഇത് 4ാമത്തെ യുദ്ധമാണ്. 47, 49, 65, 71, അത് കഴിഞ്ഞിട്ട് ഈ 99-ലെ കാർഗിൽ ഒരു സീമിതമായ സ്ഥലത്ത്, ദ്രാസ് മുതൽ മഷ്കോ വരെയുള്ള ആ കാർഗിൽ പ്രദേശങ്ങളിലാണ് ഉണ്ടായത്. ഇതിൻ്റെ നാൾവഴികൾ എല്ലാവർക്കും അറിയാം, എന്നാലും അതിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. 89-ൽ ആണ് കാശ്മീരിൽ വിഘടനവാദം, കാശ്മീർ സ്പോൺസേഡിൻ്റെ തുടക്കം. അതിൻ്റെ പീക്കിൽ നിന്നാണ് അത് തുടങ്ങുന്നത്, പിന്നെയാണ് അത് താഴേക്ക് വരുന്നത്. ഒരു വിധത്തിൽ കാശ്മീർ ഇന്ത്യയിൽ നിന്നും വിട്ടു പോകുമോ എന്നൊരു സംശയം അന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആർമിയുടെ ധീരമായ ഇടപെടൽ കൊണ്ടാണ് ആ ഒരു സെപ്പറേഷൻ ഉണ്ടാകാതിരുന്നത്. അതിനു വേണ്ടിയിട്ട് സിവിലിയൻ പോലീസ് ഫോഴ്സസിനോടൊപ്പം തന്നെ ആർമികളുടെയും കണ്ടമാനം കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വിഘടനവാദം നമ്മുടെ ആർമിയുടെ പരിശ്രമം കൊണ്ട് കൺട്രോൾ ചെയ്ത് വന്നപ്പോഴാണ് 1999 ഫെബ്രുവരിയിലാണ് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഒരു ലാഹോർ ഡിക്ലറേഷൻ ഉണ്ടാവുന്നത്. 21 ഫെബ്രുവരി 1999 നവാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാനും മിസ്റ്റർ വാജ്പേയിയുമായിട്ടുള്ള ലാഹോർ ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ട് രാജ്യങ്ങളിലുമായിട്ടുള്ള സമാധാനം നിലനിർത്തണം, മിലിറ്ററി ടെൻഷൻ ഒഴിവാക്കണം, അങ്ങനെ സമാധാനമായി രണ്ട് നല്ല അയൽക്കാരെ
ജീവിച്ചു പോകാനുള്ള വഴി തേടണം എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 1999 മെയ് 3-ാം തീയതിയാണ് ഈ കാർഗിൽ പ്രദേശങ്ങളിലേക്ക് അവർ കടന്നു കയറി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് വിൻ്റർ വെക്കേറ്റഡ് ആണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് രണ്ടു കൂട്ടരും അലിഖിതമായ ഒരു തീരുമാനത്തിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വിൻ്റർ തുടങ്ങുമ്പോൾ നമ്മുടെ ആർമി പിന്മാറും, അവരുടെ ആർമിയും പിന്മാറും. പക്ഷേ അതുകൊണ്ട് ഈ വിൻ്റർ ഓഫ് 98-99 വിൻ്റർ കാലത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ആ സമയത്താണ് ഇവർ കയറി വരുന്നത്. ഒരു 100 കിലോമീറ്റർ കൂടുതലുള്ള ഫ്രണ്ടേജിൽ അവിടുത്തെ മലകൾ നിരകളുടെ പൊക്കം 15,000 to 18,000 ആണെന്ന് എല്ലാവർക്കും. ഈ ദ്രാസ് ഏറ്റവും വിൻഡി ഏരിയയാണ്, വിൻഡ് ചിൽ ഫാക്ടർ ഉണ്ട്. അവിടെ സാധാരണ ജീവിതം തന്നെ ദുഷ്കരമാണ്. ഒരു 10 ഫീറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ 100 മീറ്റർ സ്പ്രിൻറ്റ് ചെയ്ത ആയാസം ഒരു മനുഷ്യനുണ്ടാവും. അവിടെ വാർ ലോഡുമൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യുക, അറ്റാക്ക് ചെയ്യുക ഉള്ളത് വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ പീസ് ടോക്കും പീസ് എഗ്രിമെൻറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാശ്മീർ പ്രദേശത്തിൽ പാകിസ്ഥാൻ ആർമി ഉണ്ടായിരുന്നു എന്നാണ് കരുതേണ്ടത്. ഇല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം മെയ്യിൽ ഒന്നും വന്നതല്ല. അതിന് സമയമെടുക്കും, മിനിമം 6 months ഓർ ഈവൻ ഏർലിയർ. എൻ്റെ പ്ലാൻ നേരത്തെ ആക്ച്വലി നമ്മൾ സിയാച്ചിൻ പാകിസ്ഥാൻ ആർമി എത്തുന്നതിന് മുമ്പ് നമ്മുടെ ആർമി അവിടെ എത്തി. അത് 84-ലാണ്. അത് അവർക്കൊരു ഡ്രോബാക്ക് ആയിരുന്നു. പിന്നെ 71 വാറിലെ ഒരു ഷെയിംഫുൾ ഡിഫീറ്റ്, 93,000 പ്രിസണേഴ്സ് നമ്മുടെ വന്നത്. അപ്പോൾ അവർ നമ്മുടെ താഴ്ത്തിക്കെട്ടാനായിട്ടുള്ള അവസരം കാത്തിരിക്കുന്ന പാകിസ്ഥാൻ ആർമിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായി. അത് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. അതിനെ പാകിസ്ഥാനികൾ പറയുന്നത് കോയി പൈമ എന്നാണ്. ദ മാൻ ഹൂ ക്ലൈം മൗണ്ടൻസ് എന്നുള്ള പേരിലാണ്. അധികം നമുക്ക് അറിയാത്ത ഒരു പേരാണത്. അവരൊരു 5 ഫേസ് ഉള്ള ഒരു പ്ലാനായിരുന്നു അവരുടെ. ആദ്യത്തെ പ്ലാൻ ഡോമിനേറ്റിംഗ് ഹൈറ്റ്സ് ഓക്യുപ്പൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാശ്മീരിൽ നിന്ന് ലേ ലഡാക്കിലേക്ക് പോകുന്ന NH-1 ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് അത് കട്ട് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പാസുകൾ പിടിച്ചെടുക്കുക, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി ഫൈനലി ഫേസ് 5 അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 3rd of Mayയിലാണ്. അന്നു മുതൽ തന്നെ വളരെ ഘോരമായ യുദ്ധം ഇവിടെ ഉണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ വിജയത്തിന് കാരണം ഒന്ന് നമ്മുടെ ധീരരായ സൈനികരാണ്, പിന്നെ ജൂനിയർ ലീഡർഷിപ്പിൻ്റെ നേതൃത്വമാണ്, പിന്നെ വളരെ ഇഫക്റ്റീവായ ആർട്ടിലറി ഫയർ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് ആദ്യമായിട്ട് കാണുന്ന യുദ്ധമാണിത്. അപ്പോൾ പല സീനുകളും നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഉപരി ഇതിനെപ്പറ്റി ഓർത്തെടുക്കേണ്ടത് ഈ ചതി പാകിസ്ഥാൻ ചെയ്ത്. അപ്പോൾ നമ്മളുടെ രാജ്യരക്ഷ നമ്മൾ തന്നെ ചെയ്യണം. നമ്മളുടെ പുറകിൽ ആരുടെയെങ്കിലും സഹായ ഹസ്തമുണ്ടാകുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്റ്, ആത്മനിർഭരത എന്ന് ഇന്ത്യയിൽ പറയുന്നതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴത്തെ യൂത്തിന്, നമ്മുടെ യുവാക്കൾക്ക് ഇങ്ങനെയൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയാണ് നമ്മൾ ഈ വിധമുള്ള വിജയ ദിവസങ്ങളും 71-ലാണെങ്കിലും ഇപ്പോൾ കാർഗിലേക്കാണെങ്കിലും നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ വേറെ പല കാര്യങ്ങളുണ്ട്, അതിനെ പിന്നെ വരാം. ഓവർ ടു യു. യെസ് സർ. കേണൽ R.K. നായർ, ഇപ്പോൾ ബ്രിഗേഡിയർ വേണു നായർ അദ്ദേഹം പറഞ്ഞതുപോലെയാണ്, വീട്ടിലിരുന്ന് കാണുന്ന യുദ്ധമാണ്. പല കാര്യങ്ങളും ഓർമ്മയുണ്ടാകും. ഏറ്റവും അധികം ഓർമ്മയിൽ നിൽക്കുന്നത് കാർഗിലിലെ ത്രിവർണ്ണ പതാക പാറിച്ച ആ ഒരു നിമിഷമാണ്. നമുക്കറിയാം അന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തെയൊക്കെ ഒരുപക്ഷെ അതിനൊന്നും അധികം അതിൻ്റേതായ പ്രാധാന്യം മാത്രം കൊടുത്തുകൊണ്ട് വാജ്പേയി ഗവൺമെൻറ് എടുത്ത തീരുമാനം പാകിസ്ഥാൻ കൈക്കലാക്കി ഓരോ ഇഞ്ചും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഓരോ ഇഞ്ചും തിരിച്ചു പിടിച്ച് ഈ പറഞ്ഞതുപോലെ ത്രിവർണ്ണ പതാക പാറിച്ച ആ ഒരു നിമിഷം. ഇന്നിപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് 3ാം ടേം ഒരു യാദൃശ്ചികതയാണ്. ഇതിപ്പോൾ 25 വർഷം ആഘോഷിക്കുന്ന ദിവസം. ഇപ്പോഴും നമ്മൾ നയതന്ത്ര തലത്തിലാകട്ടെ സൈനിക ശക്തിയിലാകട്ടെ രാജ്യസുരക്ഷയ്ക്ക് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ അത്രയും ശക്തരായി നിൽക്കുന്നു എന്നുള്ളത്.
എനിക്ക് തോന്നുന്നു നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായിരുന്നു നമ്മുടെ കാർഗിലിൻ്റെ വിജയം. കാരണം നമ്മളങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഡിസിഷനോടനുബന്ധിച്ചാണ് നമുക്ക് സർവീസസിന് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ വഴിക്ക് വരാനുള്ള കാരണം. നമ്മുടെ നേരത്തെ നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞ മാതിരി വളരെയധികം ദുഷ്കരമായ പർവ്വതനിരകളാണ് കാർഗിലുള്ളത്. കാരണം 15,000 ഫീറ്റ് ടു 18,000 ഫീറ്റ് ഉള്ള കാർഗിൽ മലനിരകളിൽ -40 to -50 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അവിടെ നമ്മുടെ ജവാന്മാർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത ഹൈറ്റുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ജൂനിയർ ലീഡർഷിപ്പ് വേണം. നല്ല ഒരുപാട് പാട്രിയോട്ടിക് ആയിട്ടുള്ള, നമ്മളെ ജീവൻ ത്യാഗം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ലീഡർഷിപ്പും നമുക്ക് ജവാൻ്റെയും ആവശ്യമുണ്ട്. അതാണ് നമ്മളവിടെ കാണിച്ചത്. കാരണം എന്ത് തന്നെയായാലും നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം അതിൽ നമുക്ക് നമ്മുടെ ലീഡർഷിപ്പിന് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേര് 527ഓളം പേർ അതിൽ നമുക്ക് നഷ്ടപ്പെട്ടു. 1500ഓളം പേർക്ക് പരിക്ക് പറ്റി, വലിയ സീരിയസ് ആയിട്ട് ഇഞ്ചുറി പറ്റിയ ആളുകളുണ്ട് അതിൽ. അപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുവരെ പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധത്തിൻ്റെ എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കാഷ്വാലിറ്റി റേറ്റ് വളരെ ഹൈ ആയിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദുഷ്കരമായ മലനിരകളിൽ മുകളിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്യുന്നു. നമുക്ക് 60 ഡിഗ്രി 70 ഡിഗ്രി ഒക്കെയുള്ള ക്ലിഫ് അത് കയറി അവരുടെ പോസ്റ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ദുഷ്കരമായ ഒരു ജോലിയാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. കാരണം നേരത്തെ പാനലിസ്റ്റ് പറഞ്ഞ മാതിരി സാധാരണ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ സ്നോഫോൾ ഉണ്ടാകുന്ന ആ സമയത്ത് വിൻ്റർ സീസണിൽ ഇന്ത്യയും പാകിസ്ഥാനും സാധാരണയായിട്ട് ഇത്തരം പോസ്റ്റുകൾ വെക്കേറ്റ് ചെയ്യാറാണ് ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്നോഫോൾ കഴിഞ്ഞാലാണ് വീണ്ടും നമ്മളവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളെ പെട്രോളിംഗ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യും. പെട്രോളിംഗ് ആക്ടിവിറ്റീസ് ഇല്ല എന്ന് പറയുന്നതല്ല, പക്ഷേ ഫിസിക്കൽ ഒക്യുപ്പേഷൻ ഓഫ് ദി ഹൈറ്റ്സ് ഈസ് നമ്മൾ ആ സമയത്ത് ഉണ്ടാവാറില്ല. കാരണം അത്രയും ദുഷ്കരമായ കാലാവസ്ഥയോട് നമുക്ക് പൊരുതേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാകിസ്ഥാൻ അവിടെ നമ്മളെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജനറൽ പർവേസ് മുഷാറഫിന് അദ്ദേഹത്തിൻ്റെതായ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സാഹസത്തിന് അവർ മുതിർന്നത്. എന്തായാലും നമ്മുടെ ധീരജവാന്മാർ അതിന് കനത്ത തിരിച്ചടി അവർക്ക് നൽകി. എത്രയും പെട്ടെന്ന് തന്നെ ഏകദേശം മെയ് 3-ാം തീയതി തുടങ്ങി ജൂലൈ 26 ആകുമ്പോഴേക്കും നമ്മളെല്ലാ ഹൈറ്റ്സും നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റി. നമ്മുടെ ദേശീയ പതാക ഉയരങ്ങളിൽ പാറിപ്പറക്കുന്നത് കണ്ട് നമ്മുടെ ജനതയ്ക്കുണ്ടായ ആ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ കാർഗിൽ യുദ്ധത്തിലാണ് നമ്മുടെ യുദ്ധത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി പബ്ലിക്കിന് മനസ്സിലാകാൻ തുടങ്ങി. കാരണം അതായിരുന്നു നമ്മുടെ ഡ്രോയിങ് റൂമിലേക്ക് നമ്മുടെ യുദ്ധത്തിനെ കൊണ്ടുവന്ന ഒരു അവസരം. ഇപ്പോൾ നേരത്തെ നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞ മാതിരി ഇന്ത്യൻ ആർട്ടിലറിയിലെ ബോഫേഴ്സ് ഗൺ വളരെ നിർണായകമായ സപ്പോർട്ട് നമ്മുടെ അറ്റാക്കിംഗ് ഇൻഫൻട്രിക്ക് ഈ യുദ്ധത്തിൽ നൽകാൻ വേണ്ടി കഴിഞ്ഞു. വളരെ അൺകൺവെൻഷനായുള്ള ഡിപ്ലോയ്മെൻ്റ് ആയിരുന്നു നമ്മൾ ആ യുദ്ധത്തിൽ ആർട്ടിലറി അവിടെ നിർവഹിച്ചിരുന്നത്. കാരണം സാധാരണയാണെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 18 ഗണ്ണൊക്കെയാണ് ഒരു സ്ഥലത്ത് ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മൾ എനിമിക്കെതിരായിട്ട് ഫയർ ചെയ്യുന്നത്. അതേ സമയത്തിൽ 100 കണക്കിന് ബോഫേഴ്സുകൾ നിരത്തി ആ ഹൈറ്റിലേക്ക് നമ്മൾ ഫയർ ചെയ്ത് അവിടെ അവർ ഒക്യുപ്പൈ ചെയ്തിരുന്ന ബങ്കറുകളെല്ലാം ഒന്നൊന്നായി തകർത്തതിന് ശേഷമാണ് നമ്മളെ ഓപ്പറേഷൻസ് വളരെ സ്മൂത്തായി എന്ന് പറഞ്ഞുകൂടാ, നമുക്ക്
കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വളരെ ഒരു നിർണായകമായ റോള് ഇന്ത്യൻ എയർഫോഴ്സും ഈ യുദ്ധത്തിൽ കാഴ്ചവെച്ചിരുന്നുള്ളത് നമുക്ക് മറക്കാനാവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ശേഷം കാർഗിൽ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ നിലപാടുകൾ, അത് സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ബാലാക്കോട്ടിലൊക്കെ ആയി തന്നെ പാകിസ്ഥാന് മനസ്സിലായി ഇനി ഇന്ത്യ തിരിച്ചടിക്കും, അവരെപ്പോഴും സജ്ജമാണ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഈ യുദ്ധത്തിൽ പഠിച്ചിരുന്നു. അതിൻ്റെ ബേസിസിലായിരുന്നു ശ്രീ സുബ്രഹ്മണ്യൻ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് സുബ്രഹ്മണ്യൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. അതിലേറ്റവും എനിക്ക് തോന്നുന്നു നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ അപ്പോയിൻമെൻ്റ് ആയാലും നമ്മുടെ DMAയുടെ ഡയറക്ടർ നമ്മുടെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസിയെയും ഏകോപിപ്പിക്കാൻ വേണ്ടി DMAയുടെ നിയമനവും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും നന്നായി എടുത്തൊരു തീരുമാനമാണ് ആത്മനിർഭർ ഭാരത് എന്നുള്ളത്. നമ്മുടെ വളരെ ക്രിട്ടിക്കലായുള്ള ടൈമിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസരമുണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ആവശ്യമായ യുദ്ധ ഉപകരണങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെയുള്ള വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു പോളിസി നമ്മുടെ സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം അതിലേറ്റവും ഗുണം ചെയ്യുന്നത് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഒരുപാട് അത് മിസൈലായാലും മറ്റുള്ള ഉപകരണങ്ങളായാലും ഒക്കെ തന്നെ നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാനും, നമ്മൾക്ക് വേറെ ആരെയും ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ അവസ്ഥ ഇനി വരികയാണെങ്കിൽ നമുക്കൊരു രാജ്യത്തെയും ആശ്രയിക്കേണ്ട അവസ്ഥ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ എത്രയോ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ നമ്മുടെ കൊച്ചിയിലും അതേമാതിരിയുള്ള മറ്റ് ഷിപ്പ്യാർഡിലൊക്കെ തന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ എയർഫോഴ്സിന് വേണ്ടിയുള്ള തേജസ് എയർക്രാഫ്റ്റുകൾ നമുക്ക് വളരെ അധികം സമയമായിട്ട് നമുക്ക് ആ എയർക്രാഫ്റ്റിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അത് നമ്മുടെ ട്രെയിനിങ്ങിനെ വളരെയധികം ബാധിച്ചിരുന്നു. അതൊക്കെ തന്നെ സർക്കാർ പ്രയോറിറ്റിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ ബജറ്റിൽ നമുക്ക് ഡിഫൻസിന് കൊടുത്തിരിക്കുന്ന അലൊക്കേഷനാണ്. അതിൽ DRDOൻ്റെ ഫണ്ടിങ് ആയാലും മറ്റുള്ള നമ്മുടെ ഡിഫൻസ് അക്വിസിഷൻ ആയാലും ഒക്കെ തന്നെ അതിന് ഒരുപാട് ഫണ്ട് ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി പാകിസ്ഥാൻ മാത്രമല്ല, ചൈനയിൽ നടന്ന കാര്യങ്ങളും നമുക്കറിയാം, ഗൽവാനിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാം. ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അവർ നമ്മുടെ നേരെ കണ്ണുരുട്ടിയാൽ അവർക്കറിയാം ഇന്ത്യ എപ്പോഴും തിരിച്ചടിക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുകയാണ് എന്നുള്ളത്. നമ്മുടെ ധീര ജവാന്മാർ, അവരെ നയിക്കുന്ന ഓഫീസേഴ്സ് എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വളരെയധികം മോട്ടിവേറ്റഡ് ആണ്. അവർ എന്തും നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള, കേണൽ RK നായർ അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഈ പാഠങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ചൈനയായാലും പാകിസ്ഥാനായാലും പഠിച്ചിട്ടുള്ള പാഠങ്ങൾ നമുക്കറിയാം. ഈ കാർഗിലിൽ ആദ്യം പാകിസ്ഥാൻ പറഞ്ഞത് അവരുടെ പട്ടാളത്തിന് അതിൽ പങ്കില്ല, ഇത് ഭീകരവാദികളുടെ ചെയ്തികളായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ പട്ടാളക്കാരെ ജീവനോടെ അല്ലാതെയും പിടിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പോലും ഇത് ഇൻഡോ പാക് വാറാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അംഗീകരിച്ച രീതിയിലേക്ക് മാറിയത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്രാസിൽ സംസാരിച്ചപ്പോൾ ധീരസൈനികരുടെ കുടുംബാംഗങ്ങളോടും തന്നെ രാഷ്ട്രത്തോടും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അവരുടെ ചരിത്രത്തിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഭീകരവാദത്തിന് വെള്ളവും വളവും കൊടുത്ത് ഇപ്പോഴത്തെ അവരുടെ ദയനീയമായ സാഹചര്യം നമുക്കറിയാം. എന്നിട്ട് പോലും ആ രാഷ്ട്രം എന്തുകൊണ്ട് ഈ ഒരു നിലയിലേക്ക് പോകുന്നു? അവരുടെ ആ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? പിന്നെ 2-3 കാര്യങ്ങൾ മെയിനായിട്ടുണ്ട്. നമ്മളതിനകത്ത് പറയാം. ആദ്യം ആ സിറ്റുവേഷനിലോട്ട് വരാം. ജനറൽ
പർവേസ് മുഷാറഫിൻ്റെ ഗെയിമാണ് എന്ന് കേണൽ നായർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതായത് നവാസ് ഷെരീഫും നമ്മുടെ പ്രൈം മിനിസ്റ്റർ വാജ്പേയിയും കൂടി എക്സ്റ്റേണൽ അഫെയർ, അതായത് വിദേശകാര്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഹണിമൂൺ പീരീഡ് എന്നുള്ള ഒരു ഷോർട്ട് ഇൻറ്റേറിയം ഹണിമൂൺ പീരീഡ് എന്നുള്ള രീതിയിൽ റിലേഷൻ നല്ലപോലെ വന്നു. റിലേഷൻ നല്ലതുപോലെ വന്നപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ സെറ്റപ്പ് അനുസരിച്ചിട്ട് പർവേസ് മുഷാറഫ് അല്പം വിഷമിച്ചു. കാര്യം പാകിസ്ഥാൻ ജനത വീണ്ടും നവാസ് ഷെരീഫിനെ ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അതായത് ഇന്ത്യയിലെ മാതിരിയല്ല അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത്. മിലിറ്ററി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസറായി കഴിഞ്ഞാൽ ചീഫായി കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുക. അതാണ് ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു കമ്മീഷൻ ഓഫീസർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്ക് ടു റീച്ച് അപ് ടു ദ ലഫ്റ്റനൻറ്റ് ജനറൽ എന്നുള്ള ഒരു ഡ്രീം ആയിരിക്കാം. ബട്ട് അവിടെ അതല്ല. അവിടെ ചീഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ഹെഡായിട്ട് വരിക, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് വരിക എന്നുള്ളതാണ്. ആ ഗെയിം പ്ലാന് നവാസ് ഷെരീഫും വാജ്പേയിയും തമ്മിലുള്ള ആ ബന്ധം ഊഷ്മളമായ ലാഹോർ യാത്രയൊക്കെ നമുക്കറിയാം. അതിൽ ഊഷ്മളമായുള്ള ബന്ധം അവരുടെ പർവേസ് മുഷാറഫ് തൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് അതിന് തടയിടാനായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ അവരുണ്ടാക്കി. അതുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റിനെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ പർവേസ് മുഷാറഫും സർത്താജ് അസീസും കൂടി ചേർന്ന് ചെയ്തതാണ് ഈ ഒരു ഗെയിം പ്ലാൻ, മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് നേരെ തിരിച്ച് ഒരു ബ്രീഫിങ്ങും കൊടുത്തിരുന്നില്ല. ഇന്ത്യയിൽ നേരെ മറിച്ചാണ്. ഏത് ലെവലിലുള്ള മിലിറ്ററി ഓഫീസേഴ്സ് ആണെങ്കിലും ഗവൺമെൻറ്റിന് പ്രോപ്പർ ബ്രീഫിംഗ് കൊടുത്തുകൊണ്ടേയിരുന്നു. അവിടെ അത് കൊടുത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഫ്റ്റർ കാർഗിൽ നമ്മൾ കണ്ടു പർവേസ് മുഷാറഫിന് എന്താ സംഭവിച്ചതെന്നും പിന്നെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ പർവേസ് മുഷാറഫ് തൻ്റെ സ്വപ്ന സാഫല്യം നേടുന്നതും കണ്ടു. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് ഈ ഒരു ബേസിക്കായിട്ട് കാർഗിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം, കാർഗിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം. അത് ഒന്ന്. രണ്ടാമത്, നമ്മളെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അഭിനന്ദിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരേ ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചത്, ഇൻ്റർനാഷണൽ IB ഒരു കാരണവശാലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളത് കറക്റ്റായിട്ട് പാലിച്ചു. ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യാതെ നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടായത്. അത് ശരിയാണ്. പക്ഷേ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടി. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവിധ യുദ്ധ തന്ത്രജ്ഞരും ആദ്യം തന്നെ പറഞ്ഞു ജസ്റ്റ് ലീവ് കാർഗിൽ അസൈഡ്. അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ കാർഗിൽ വിട്ടേക്കൂ, കാർഗിൽ അവിടെ വിട്ടിട്ട് നമ്മൾ മറ്റുള്ളിടത്തൂടെ അങ്ങോട്ട് അടി തുടങ്ങുക. മറ്റുള്ള ഏരിയയിൽ നമ്മൾ ഒഫൻസീവ് ആക്ഷൻ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പുറകോട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അതിനെ ഒരു കാരണവശാലും 1 ഇഞ്ച് സ്ഥലം പോലും ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യൻ ആർമി കയറാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആക്ഷനിലോട്ട് പോയത്. ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം 71 ശേഷം നല്ല ഒരു വാർ ആ ടൈമിൽ മിലിറ്ററി എന്താണ് മിലിറ്ററിയുടെ മെയിനായിട്ട് യുദ്ധമൊന്നും ഇല്ലല്ലോ, മിലിറ്ററിക്കാരെ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരെ വന്നു. കാര്യം ഒരു കാര്യവും ഇല്ല, ഒരു യുദ്ധവുമില്ല. കാർഗിൽ വന്നതോടുകൂടി ആൾക്കാർക്ക് ആ എക്സിസ്റ്റിംഗ്, അത് അവരുടെയും കുഴപ്പമല്ല, ഒരു 25-30 ഇയേഴ്സിൽ അവർ യുദ്ധങ്ങളൊന്നും കണ്ടിട്ടില്ല, മേജർ ഓപ്പറേഷൻസ് കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ റോൾ എന്ത് എന്നുള്ള ഒരു കാരണം വരെ വന്നു. അതായത് പാർലമെൻറ്റിൽ വരെ ഹോട്ട് ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഡിഫൻസിന് ഇത്രയും ഫണ്ട് അലോട്ട് ചെയ്യുന്നത് വരെ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഗിൽ അതിനെല്ലാം ഒരു എക്സാമ്പിളാണ്. ദ പബ്ലിക് ഒപ്പീനിയൻ കൂടുതൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി കാണേണ്ടത്, കാര്യം ഇതിനകത്തെ മെയിനായിട്ട് സാധാരണഗതിയിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി, വൺ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ വൺ ഈസ് ദ ഡിഫൻസ് മിനിസ്റ്റർ. വേറാസ് ഇൻ ദിസ് സിറ്റുവേഷൻ 2 പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ആൻഡ് എക്സ്റ്റേണൽ അഫെയർ മിനിസ്റ്ററാണ്. അതായത് പ്രൈം മിനിസ്റ്റർ വാജ്പേയിയും അതുപോലെ തന്നെ യശ്വന്ത് സിംഗും. ഇവരുടെ ആണ്. ഫെർണാണ്ടസിനെ ഞാൻ കുറച്ച് കാണുകയല്ല ചെയ്യുന്ന, ജോർജ് ഫെർണാണ്ടസിനെ, പക്ഷേ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തു. അതിൻ്റെ കാരണമുണ്ട്. കാരണം ഈ എല്ലാ രാജ്യങ്ങളിലും ടെയും ഒപ്പീനിയനും അവരുടെ സപ്പോർട്ടും മസ്റ്റർ ചെയ്യാനായിട്ടാണ് AB വാജ്പേയി ജസ്വന്ത് സിംഗിനെ നിയമിച്ചത്.
ജസ്വന്ത് സിംഗ് ആ രീതിയിൽ തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് മാക്സിമം ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് ഇന്ത്യക്ക് ഗാദർ ചെയ്യാൻ സാധിച്ചു. അത് ഒന്ന് IB ക്രോസ് ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ ഒരിക്കലും അവരുടെ സൈനികരെ കയറ്റിവിട്ടാൽ പോലും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അങ്ങനെ പാകിസ്ഥാനി സൈനികരെ നമ്മൾ ഇൻ്റർനാഷണൽ ജനീവ കൺവെൻഷൻ അനുസരിച്ച് വളരെ ഹോണറബിളായിട്ടുള്ള ഒരു ഫ്യൂണറൽ, അതായത് ഇസ്ലാമിക ആചാരപ്രകാരം ഇന്ത്യൻ മണ്ണിൽ നടത്തി. അതും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചതി എന്ന് പറയുന്നത് കാരണം രണ്ട് രാജ്യത്തലവന്മാർ തമ്മിൽ വളരെ നല്ല രീതിയിൽ കോപ്പറേഷനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാക്ക് ട്രാപ്പ് ചെയ്തു. അതാണ് ഒന്നാമത്തെ ചതി. രണ്ടാമത്, സ്വന്തം സൈനികരെ പോലും അവർ പറഞ്ഞു വിട്ടതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകാതെ മുന്നോട്ട് വരാതെ ആ ഒരു സിറ്റുവേഷൻ കൂടെ വന്നു. ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നീടുള്ള ഏതൊരു കാര്യങ്ങളാണെങ്കിൽ പോലും. പിന്നെ നമ്മൾ വീണ്ടും കാർഗിലിലോട്ട് വരുവാണെങ്കിൽ ഒരു പോയിന്റ് കൂടി മെയിനായിട്ട് പറയാനുള്ളത്, കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റിയാണ്. ഒരു ഗവൺമെൻറ് എന്ത് ചെയ്തു വെച്ചാൽ ആ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല, അല്ലെ അതിനടുത്ത ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബോഫോസ് പർച്ചേസിങ്ങിൽ അന്ന് AB വാജ്പേയി ഒഴികെ ബാക്കിയുള്ള പ്രതിപക്ഷങ്ങൾ, അന്ന് BJPക്ക് മെമ്പർഷിപ്പ് കുറവായിരുന്നു പാർലമെൻറ്റിൽ. ആ സമയത്ത് എല്ലാവരും ജനതാദൾ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ബോഫോസ് ഗണ്ണ് മേടിച്ചത് വളരെയധികം ബുദ്ധിശൂന്യതയാണ് എന്ന് പറഞ്ഞപ്പോൾ കാർഗിൽ വന്നതോടുകൂടി ബോഫോസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു കാരണവശാലും കാർഗിൽ ഒരുപക്ഷെ ജയിക്കാൻ പറ്റുകയില്ലായിരുന്നു. പിന്നെ ഉള്ള കാർഗിൽ തരുന്ന മറ്റൊരു പാഠം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫക്റ്റീവ് കോർഡിനേഷൻ ഓഫ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. നമ്മൾ കാർഗിൽ ആർമി ജവാന്മാർ ഓൺ ഗ്രൗണ്ടിൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രിസിഷൻ ബോംബിംഗ്, അതായത് എയർഫോഴ്സ് ഹയസ്റ്റ് പോയിന്റിൽ ചെന്നിട്ട് നൈറ്റിൽ ഉള്ള ബോംബാർഡ്മെൻറ്റ് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നടന്നു. ആ സമയം നടക്കുമ്പോൾ മുംബൈ കടൽ തീരത്തും അതുപോലെ തന്നെ ഗുജറാത്ത് കോസ്റ്റിലും ഇന്ത്യൻ നേവിയുടെ ആക്ടിവിറ്റി ആയിരുന്നു. അപ്പം ഏത് കാര്യങ്ങളെയും തയ്യാറെടുക്കുവാനായിട്ടും, അതായത് ആർമി, നേവി, എയർഫോഴ്സ് കോർഡിനേഷനോടുകൂടി മോഡേൺ ആധുനിക ഇന്ത്യ കണ്ട ഒരു യുദ്ധമായിട്ട് ആണ് നമുക്ക് കാർഗിലിനെ കാണേണ്ടത്. ഒരു കാരണം, അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു, ഇൻ്റലിജൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ഏരിയകൾ കവർ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നേരത്തെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചൈനയുടെ പേരിൽ ഇതേ രീതിയിൽ നഷ്ടമായിരുന്നു. അത് ഒരു ഗവൺമെൻറ്റിൻ്റെയും കുഴപ്പമില്ല. അത്രയും ഏരിയ കവർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക ഒരു ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ 4 മാസത്തേക്ക്, അതായത് മഞ്ഞുവീഴ്ച കൂടുതലുണ്ടാകുമ്പോൾ 4 മാസത്തേക്ക് 2 ട്രൂപ്സും വിഡ്രോ ചെയ്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LRP വിടും, ലോങ് റേഞ്ച് പട്രോൾ. അങ്ങനെയാണ്, അതായത് ഒരു ലോങ് റേഞ്ച് പട്രോൾ, മേജർ മാരിയപ്പൻ ശരവണൻ്റെ ടീമിലുള്ള ഒരു ലോങ് റേഞ്ച് പട്രോൾ പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഏരിയ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് തിരിച്ചു വരുന്നു, നമ്മുടെ ഏരിയ സെക്യൂർ ചെയ്യാനായിട്ട്. ഒരു മാരിയപ്പൻ ശരവണൻ നമ്മുടെ ബങ്കറും ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ ബങ്കറിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ മാരിയപ്പൻ ശരവണൻ്റെ കൂടെ പോയിട്ടുള്ള മാക്സിമം അറൗണ്ട് 8 or 9 കാഷ്വാലിറ്റി, അതായത് ഇൻക്ലൂഡിങ് മാരിയപ്പൻ ശരവണൻ ആളെ ഇല്ലാതെയാക്കിയതോടുകൂടി നമ്മൾ അപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി. അപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു പ്ലസ് പോയിന്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോഴുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ മിലിറ്ററി ലീഡർഷിപ്പ്, ദേ ആർ ക്ലോസ് നിറ്റായിട്ട് ജനറൽ VP മല്ലിക് ആയിരുന്നു അപ്പോഴത്തെ ആ സമയത്തുള്ള ആർമി ചീഫ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കാർഗിലിൽ ഡയറക്റ്റായിട്ട് 1-to-1 ഫൈറ്റ് ചെയ്തത് 4 ബറ്റാലിയനുകളാണ്. 13 ജാക്കരിഫ് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ്, അതുപോലെ തന്നെ 111 ഗൂർഖ റൈഫിൾസ്, പിന്നെ 18 ഗ്രിനേഡിയേഴ്സ്, അതുപോലെ 2 രാജ്പുത്താന എന്ന് പറയുന്നത്. ഈ ഇത്രയും ഇൻഫൻട്രി യൂണിറ്റുകളാണ് ഡയറക്റ്റായിട്ട് 1-to-1 ഫൈറ്റ് ചെയ്തത്. അതിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത് ടാസ്ക് കിട്ടിയത് 18 ഗ്രിനേഡിയേഴ്സാണ്.
അതായത് ടൈഗർ ഹിൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. ആ ടൈഗർ ഹിൽ ക്യാപ്ചർ ചെയ്യുന്ന ആ മിഷനിലാണ് ഏതാണ്ട് 1/4 മാത്രമാണ്, ആ 1/4 ഓഫ് ദി ട്രൂപ്സ് ഈ 18 ഗ്രനേഡീസിൻ്റെ നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഒരു യൂണിറ്റിൻ്റെ 4/1 ജവാന്മാർ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഡിറ്റർമിനേഷൻ. ഒരു ഇന്ത്യൻ ആർമിക്ക് ഒരു ടാസ്ക് കൊടുത്താൽ ഒരു കാരണവശാലും ഒരു സെക്കൻഡ് തോട്ട് എന്ന് പറയുന്ന ഇല്ല. ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻറ്റ് എന്നുള്ള ഒരൊറ്റ പോളിസിയിൽ മുന്നോട്ട് പോയിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇത് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു ഈ കാർഗിൽ എന്നുള്ളത് കൊണ്ട്. വളർന്നു വരുന്ന തലമുറയ്ക്കാണെങ്കിൽ പോലും ഈ എന്താണ് ആർമിയുടെ റോള്, അതായത് സെക്യൂരിറ്റി കൺസേൺ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി. പിന്നെ കേണൽ നായർ പറഞ്ഞതുപോലെ തന്നെ ചൈനയ്ക്കും നേരത്തെ ഇന്ത്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത രാജ്യങ്ങളൊക്കെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ചൈന ശ്രീലങ്കയുമായിട്ട് കണക്ഷന് പോയി, ബംഗ്ലാദേശുമായിട്ട് കണക്ഷന് പോയി. അങ്ങനെ ചൈന ആ ഒരു ബെൽറ്റ് അവർ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ 1 റോഡ് 1 ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ആകപ്പാടെ പരിഭ്രാന്തി ഉണ്ടാക്കി നമുക്ക്. അതായത് ലോകത്തിലെ സൂപ്പർ പവർ എന്ന് പറയുന്ന ചൈനയെ ഇരിക്കപ്പുറതി ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ കാർഗിൽ കൊണ്ടുണ്ടായി എന്ന് ശരിക്കും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞുള്ള അവരുടെ ആക്ടിവിറ്റി കൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. കാര്യം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവർ ഇന്ത്യയുമായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇന്ത്യയായിട്ട് ക്ലോസ് ആയിട്ടുള്ള രാജ്യങ്ങളെ കയ്യിലെടുക്കുകയും അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കുകയും ഇന്ത്യയെ കൂടുതൽ എന്താ പറയുക വിദ്വേഷം വരുത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ അഫെയർ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റെബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓൾവേസ് ടേക്ക് എ പോളിസി എന്ന് പറയുന്നത് എനിമി ഈസ് ഫ്രണ്ട്, ശത്രുവിൻ്റെ ശത്രു എപ്പോഴും മിത്രം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ചെക്സ് ആൻഡ് ബാലൻസ് വെച്ചുകൊണ്ട് തന്നെ 1 റോഡ് 1 ബെൽറ്റ് അവരുണ്ടാക്കിയപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് വേറൊരു കണക്ഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ ശ്രീലങ്കയുമായിട്ട് അവർക്ക് ചൈനയുടെ ചതി മനസ്സിലാക്കി ശ്രീലങ്ക പിന്നീട് ഇന്ത്യൻ സൈഡിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു കാർഗിൽ കോൺഫ്ലിക്റ്റോടുകൂടിയാണ് ബേസിക്കലി ഈ ഇന്ത്യയിലെ ഒരു ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഡിഫൻസ് സെക്ടർ ആണെങ്കിലും ഈവൻ അതർ സെക്ടർ, ഒരു സെക്ടർ ഓരോന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല. ഡിഫൻസിൻ്റെ ശക്തി കൊണ്ട് മാത്രം ഇന്ത്യ ഒന്നാമത് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ കയറി. ഇത് ഒരു മേജർ ഫാക്ടറാണ്. ഇതുകൊണ്ടാണ് വിദേശകാര്യവും ഡെവലപ്പാവുന്നു, മറ്റുള്ള ഇക്കോണമി ഡെവലപ്പാവുന്നു. ആ ഒരു ലോകം ഒരു സ്റ്റെബിൾ ഗവൺമെൻറ് ഉണ്ടെങ്കിലേ ഇക്കോണമി ഡെവലപ്പാവുള്ളൂ. സ്റ്റെബിൾ ഗവൺമെൻറ് ഉണ്ട് എന്ന് ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് തോന്നുമ്പോൾ അവർ കൂടുതൽ മാർക്കറ്റും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും വരും. അപ്പോൾ അങ്ങനെ ഈ കാർഗിൽ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാര്യം സ്വന്തം ബലത്തിൽ നമ്മളുടെ ഇത്രയും കാഷ്വാലിറ്റീസ് ആൾക്കാരെ നമുക്ക് 500 എബോവ് നമ്മൾ നഷ്ടപ്പെട്ടെങ്കിൽ പോലും അതിൽ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ ഉള്ള ഒരു അവസരമായിരുന്നു നമുക്ക് ഈ കാർഗിലിലൂടെ കിട്ടിയത്. ബ്രിഗേഡിയർ വേണുനായർ, നേരത്തെ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞതുപോലെയാണ്, ഒരു യുദ്ധത്തിലും യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ശത്രുരാജ്യത്തായാലും നമ്മുടെ രാജ്യത്തായാലും ജീവനുകൾ നഷ്ടമാകുന്നത് നഷ്ടം തന്നെയാണ്. യുദ്ധമാകുമ്പോൾ വിജയവും പരാജയവും ഉണ്ടാകും. ഒരുപക്ഷെ ഒരു യുദ്ധത്തിലെയും വിജയത്തെയോ പരാജയത്തെയോ അവിടുത്തെ ഗവൺമെൻറ്റുകളെ കുറ്റം പറയുക അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുകയോ ചെയ്യേണ്ടത് ഒരുപക്ഷെ അതെത്രത്തോളം അനിവാര്യമാണ് എന്ന് ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള പറയുകയുണ്ടായി. ഒരു ഗവൺമെൻറ്റെയും കുറ്റമല്ല ഒരു യുദ്ധം പരാജയപ്പെടുന്ന. പക്ഷേ ഇന്ത്യ ചൈന യുദ്ധം 62-ലെ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സൈനിക ശക്തിക്ക് പ്രാധാന്യം കൊടുക്കാതെ സൈനികേതരമായ പ്രതിരോധ നടപടികൾ കൈക്കൊണ്ടുവരും. പക്ഷേ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ഈ അഹിംസവാദത്തിന് ഹാങ് ഓവർ മാറാതെ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് ജവഹർലാൽ നെഹ്റു സ്ഥിരം പറയുന്നുണ്ടായിരുന്നു. അതിൽ ചേരിചേരാ നയം ഒക്കെ ഉൾപ്പെടെയുള്ളൂ. അതിലേക്കൊക്കെ ഒരുപക്ഷെ ആഴത്തിൽ പോകാൻ എനിക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് അറിയില്ല. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഡിഫൻസ് സർവീസിലുള്ള നിങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മുടെ സൈന്യത്തിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയും അല്ലെങ്കിൽ അത്രയും സൗകര്യങ്ങൾ, ഈ ആത്മനിർഭരത ഉൾപ്പെടെയുള്ള കാര്യം നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാം ഉപയോഗപ്പെടുത്തുന്ന പരമാവധി സൈന്യത്തിന് സഹായകമാകുന്ന രീതിയിൽ ആയുധങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആക്ച്വൽ സിറ്റുവേഷൻ അതാണ്. ഇപ്പോൾ കേണൽ ആർക്കെയും ബ്രിഗേഡിയർ പിള്ളയും പറഞ്ഞ ഇപ്പോൾ ഒരു ടോട്ടൽ പിക്ചർ ഈ കാർഗിൽ വാർ സമയത്ത് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കാണും.
എന്നാലും ചില്ലറ ഗ്യാപ്പുകൾ നികത്തിക്കൊണ്ട് ഞാൻ രശ്മിയുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാവരും പറയാറുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആർമി ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ആർമിക്ക് ഒരു ഗവൺമെൻറ് ഒരു കൺട്രി ഉണ്ട്. അങ്ങനെയാണ് എന്നുവെച്ചാൽ അവിടുത്തെ അയൂബ് ഖാൻ മുതൽ 65 യുദ്ധം നമുക്കറിയാം, ചരിത്രം നോക്കിയാൽ അറിയാം. അന്ന് പ്രസിഡൻ്റായിരുന്നത് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനാണ്. അപ്പോൾ അന്ന് മുതൽ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആർമിയാണ്. വിദേശകാര്യം മുതൽ നമ്മുടെ ഇവിടുത്തെ ആർമി ആണെങ്കിൽ ഡിഫൻസ് ആണെങ്കിൽ ഓൺലി ഡിഫൻസ് ഓഫ് ദ കൺട്രി. ആർമി, നേവി, എയർഫോഴ്സ് അവരുടെ ലാൻഡ് ബോർഡർ ആർമി നോക്കുന്നു, നമ്മുടെ മാരിടൈം ഏരിയ നേവി നോക്കുന്നു, രണ്ടുപേർക്കും കൂടിയുള്ള എയർ കവർ എയർഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെയാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഇതാണ്. പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് ഇതിനെപ്പറ്റി ആലോചിച്ചാൽ ഇൻഡിപെൻഡൻസ് ടൈമിൽ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു വിചാരിച്ചിരുന്നു പോസിബിളി ഈ പാകിസ്ഥാൻ ഒരു കുറച്ച് വർഷത്തേക്ക് മാത്രമേ അതിൻ്റെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ, ദേ വിൽ കം ബാക്ക് എന്നൊരു വിചാരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അധികാരം രുചിച്ച പാകിസ്ഥാൻ ആർമിക്ക് അവരുടെ എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുക്കാനുള്ള വൈമനസ്യം ഉണ്ടാവുമല്ലോ. ടേസ്റ്റിംഗ് ദ ബ്ലഡ് എന്നുള്ള പറയുന്നത് പോലെയാണത് ഇത് ആർമിക്ക് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിൻ്റെ നിലനിൽപ്പിന് വാസ്തവം പറഞ്ഞാൽ എന്താണ് ഒരു ന്യായീകരണം? വലിയ ന്യായീകരണമൊന്നുമില്ല. അത് ഒരു മുസ്ലിം കൺട്രി ആയിട്ടാണ് വന്നത് എന്നേ ഉള്ളൂ. പക്ഷേ ഗുഡ് നമ്പർ ഓഫ് മുസ്ലിംസ് ഇവിടെ ഇന്ത്യയിൽ തന്നെ താമസിക്കാനാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ആ ഒരു ബേസിക് പാരാമീറ്റർ തന്നെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ 65 മുമ്പൊക്കെ തന്നെ ഈ ആർമി ഒരു നല്ല കാര്യം, അയൂബ് ഖാൻ്റെ കീഴിൽ നല്ല കാര്യം വന്നപ്പോൾ ഒരു പോപ്പുലർ സാറ്റിസ്ഫാക്ഷൻ ആർമിയോടുണ്ടായി. ആ ഒരു വീക്ക്നെസ്സാണ് അവർ മുതലെടുത്തത്. അപ്പോൾ അന്ന് മുതൽ 65 വാറിൽ അവരുടെ വിചാരം ഇന്ത്യയെ ഈ കാശ്മീരിൽ ആണ് അവരുടെ പ്രോബ്ലം. ഇപ്പോൾ കാശ്മീരിൻ്റെ രാജാവ് മറ്റ് 500-ൽ പരം നാട്ടുരാജ്യങ്ങൾ സൈൻ ചെയ്ത പോലെയാണ് അത് അദ്ദേഹം സൈൻ ചെയ്തത്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അത് അവസാനമായപ്പോൾ എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 47 തുടങ്ങിയ അവർ കബാലികളെ കൊണ്ടുവന്നു. പക്ഷെ അതിൻ്റെ പകുതിയിൽ കൂടുതൽ പാകിസ്ഥാൻ ആർമി തന്നെയായിരുന്നു. അതിൻ്റെ ഓഫീസേഴ്സാണ് അവരെ നേതൃത്വം കൊടുത്തിരുന്നത്. പക്ഷേ അവർ ലാസ്റ്റ് മിനിറ്റ് 28 ിലാണല്ലോ, സെപ്റ്റംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ, അവർ മഹാരാജാവ് സൈൻ ചെയ്യുന്നത് ഇത് കവനൻറ്റിൽ. അപ്പോഴാണ് പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ ആർമി ചെന്ന് ശ്രീനഗറിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്ന സൈന്യങ്ങളെ തിരിച്ചയക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർമി വാസ് വെൽ പോയിസ്ഡ്. നമ്മുടെ മുസഫറാബാദിലേക്കൊക്കെ പോകാൻ തയ്യാറായിട്ടിരുന്ന ആ സമയത്താണ് UN പോയിട്ട് സീസ് ഫയർ ചെയ്ത് നമ്മൾ സമ്മതിക്കുന്നത്. അത് ഇൻ ഹൈൻസൈറ്റ് അല്ല, അന്ന് തന്നെ ഒരു മിലിറ്ററി നല്ല ഡിസിഷൻ ആയിരുന്നില്ല എന്ന് തന്നെയാണ് ഒരു ചെറിയ ടാക്ടീഷ്യൻ തന്നെ പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഹൈൻസൈറ്റാണ് നമ്മൾ പറയുന്നതെങ്കിലും എന്ന് വെച്ചാൽ നമ്മുടെ ആർമി വെൽ പോയിസ്ഡ് ആയിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ POK എന്നൊരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ പാകിസ്ഥാൻ ആർമിയുടെ അപ്രമാദിത്വത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ 65-ൽ ഈ കാശ്മീർ ഇഷ്യൂ സോൾവ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അവർ പഞ്ചാബിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ കാശ്മീരിൽ അവിടുത്തെ ജനത തന്നെ അപ്രൈസ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. അതൊരു സ്റ്റേൽമേറ്റിലും കൂടുതൽ സ്ഥലം കൈയടക്കിയത് ഇന്ത്യൻ ആർമിയായിരുന്നു. അപ്പോൾ 65-ലെ വാർ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ 71-ൽ ഒരു രാഷ്ട്രത്തെ തന്നെ അവർക്ക് ഒരു സൈഡ് ഈസ്റ്റേൺ വിങ് അവർക്ക് നഷ്ടപ്പെട്ടു. അത് ഫീൽഡ് മാർഷൽ മനേക്ഷായുടെ നേതൃത്വത്തിലുള്ള ആർമി വളരെ ഒരു ലൈറ്റ്നിങ് സ്പീഡിൽ ആണ് അത് കീഴടക്കിയത്. അപ്പോൾ അവരുടെ ഒരു വിങ് തന്നെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 93,000 പ്രിസണേഴ്സ് ഉണ്ടായിരുന്നു. അവരെ അവിടെ വിട്ടിരുന്നെങ്കിൽ ബംഗാളികൾ അവരെ ലിഞ്ച് ചെയ്യുമായിരുന്നു. അവരെല്ലാവരെയും അവിടെ തന്നെ അവർ ശരിയാക്കുമായിരുന്നു. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ഞാനതിനെപ്പറ്റി പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവിടുത്തെ ബംഗാളികൾക്കറിയാൻ, ചരിത്രം വായിച്ചാലറിയാം. അവർ ഈ 93,000 അവർക്ക് വിട്ടുകൊടുക്കുന്നെങ്കിൽ അതിൽ ഒരാളെങ്കിലും അവർ ജീവനോടെ വിട്ടുകൊടുക്കില്ലായിരുന്നു എനിക്കറിയാം. പക്ഷേ ഈ 93,000 POWsനെ നമ്മളിവിടെ മാനേജ് ചെയ്തിട്ടും നമ്മൾ കാശ്മീർ പ്രശ്നം ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഈ 71 കഴിഞ്ഞിട്ടും
ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ ഓൺ ദ ബോയിലാക്കിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ ഒരു ശത്രുവിനെ പാകിസ്ഥാൻ ആർമിക്ക് ഒരു ശത്രുവാണ്. അത് നമുക്ക് ഇന്ത്യക്കാർക്കറിയാം. നമുക്ക് ഒരു രാഷ്ട്രത്തെ ചെന്ന് കീഴടക്കാനോ അങ്ങനെയുള്ള ഒരു ഹെജമോണിക് ടെൻഡൻസീസ് നമുക്കില്ല. പക്ഷേ അത് പാകിസ്ഥാൻ ജനതയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ആർമി ഇല്ലെങ്കിൽ ഇപ്പോഴേ പെട്ടെന്ന് കയറുമെന്ന് നമ്മളെല്ലാം കൈയടക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യ ഒരു വില്ലനായിട്ട് ഇന്ത്യയെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആർമിയുടെ റിക്വയർമെൻ്റാണ്. അങ്ങനെയാണ് ഈ 89-ൽ നേരിട്ടുള്ള വാറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ 89 അവസാനം ഈ ഭീകരവാദം തുടങ്ങുന്നത്. തുടക്കത്തിൽ HM ഹിസ്ബുൾ മുജാഹിദീൻ JKLF-ൻ്റെ സൈനിക വെപ്പണൈസ്ഡ് പാർട്ടായിരുന്നു HM ഹിസ്ബുൾ മുജാഹിദീൻ. അതാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. അവരെ ട്രെയിൻ ചെയ്തതും ഇന്ത്യയിലേക്ക് വിട്ട് ഇത് പ്രശ്നങ്ങളുണ്ടാക്കിയത് പാകിസ്ഥാൻ ആർമിയാണ്. അതിൻ്റെ ക്യാമ്പുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാശ്മീർ ഇപ്പം വിട്ടുപോകും എന്നുള്ള ഒരു രീതിയിൽ എത്തിയപ്പോഴാണ് ആർമിയെ വിളിക്കുന്നത്. ആർമിയുടെ കാര്യക്ഷമത കൊണ്ട് മാത്രമാണ് കാശ്മീർ ഇപ്പോഴും ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 89-ൽ തുടങ്ങിയ ഈ ഭീകരവാദങ്ങൾ പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യൻ ആർമിക്കുള്ള ഈ നോർമൽ കൺവെൻഷണൽ വാറിലൂടെ നമ്മുടെ ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പാകിസ്ഥാൻ ആർമിക്കും ഗവൺമെൻറ്റിനും അറിയാം. അതുകൊണ്ട് പല കാര്യങ്ങളും ചില ഈ ഫാൻറ്റം പോലുള്ള ചില പ്ലാനുകളാണ് ഈ നമ്മുടെ NH-1 ആൽഫ കാർഗിൽ ശ്രീനഗറിൽ നിന്ന് ജസീല വഴി കാർഗിൽ വഴി ലേയിലേക്ക് പോകുന്ന ആ റോഡ് കാർഗിലിൽ അത് കട്ട് ചെയ്താൽ നമ്മളെ ലേ ലഡാക്കിനെ സെപ്പറേറ്റ് ചെയ്യാം, ഇന്ത്യൻ ആർമിയെ പ്രഷറിലാക്കാം, അവിടുന്ന് ആർമി വാലിയിൽ നിന്ന് പോകും, അവിടെ നിന്ന് പിന്നെ അപ്രൈസിങ് ഉണ്ടാക്കാം, എന്നിട്ട് ഫൈനലി അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അത് സാധിച്ചില്ല. ഈ പറഞ്ഞ പോലെ ഇത് 98-99 ഉണ്ടായ കാര്യമല്ല. ഇങ്ങനെയൊരു പ്ലാന് വാസ്തവം പറഞ്ഞാൽ 86-87 സിയ തള്ളിയതാണ്. ബേനസീറിനോട് മുഷറഫ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അവരും ഇതിനെ യെസ് പറഞ്ഞില്ല. അപ്പോൾ ഈ ബ്രിഗേഡിയർ പിള്ള പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു FCNA എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഏരിയാസിന് ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു കമാൻഡർ ആണ് പിന്നെ GOC 10 കോർ ആവുന്നത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള POKയുടെ റെസ്പോൺസിബിലിറ്റി പാകിസ്ഥാൻ 10 കോറിനാണ്. 10 കോറിൻ്റെ കമാൻഡർ FCNAയുടെ അദ്ദേഹം GOC ആൻഡ് മുഷറഫ് ഇവരുടെ കീഴിൽ ഇവരുടെ ഈ 3 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്ലാനായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് വാലിഡേഷൻ ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചു ഇങ്ങനെ ഒരു 18,000 19,000 എന്ന് പറഞ്ഞാൽ കാർഗിൽ, ടോലോലിംഗ്, ടൈഗർ ഹിൽ പോലുള്ള ഏരിയകളിൽ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരെ തുരത്തുക എന്നുള്ളത് വളരെ ദുഷ്കരം, അസാധ്യമെന്നാണ് അവർ കരുതുന്നത്. ഇന്ത്യയുടെ അണ്ടർ എസ്റ്റിമേറ്റഡ് ആ റിയാക്ഷൻ കേപ്പബിലിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് കാര്യം. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. വാസ്തവം പറഞ്ഞാൽ പിന്നെ അതിന് ഇപ്പോൾ 2 പാനലിസ്റ്റുകളും പറഞ്ഞ പോലെ പ്ലെയിനിൽ നമുക്ക് 1:3 ആണ് സുപ്പീരിയോറിറ്റി അറ്റാക്കിങ്ങിന് വേണ്ടത്. ഇവിടെ മൗണ്ടൻസിൽ ഒരു 1:10 വരെ പോകും. പക്ഷേ ഇവിടുത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലുള്ള പ്രശ്നങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അവിടെ ഫൈറ്റ് ചെയ്യുക ജീവിക്കുന്നത് ദുഷ്കരമാണ്. പക്ഷേ അവിടെ ഫൈറ്റ് ചെയ്ത് വിജയിക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. എസ്പെഷ്യലി മുകളിൽ നിന്ന് ഫയർ ചെയ്യുമ്പോൾ ഉള്ളത് ആർട്ടിലറി. അവിടെ പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഈ ടൈഗർ ഹില്ലിൽ 7 കൗണ്ടർ അറ്റാക്ക് അവർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കണം. നമ്മുടെ ഇൻഫൻട്രി ചെന്ന് ഓക്യുപ്പൈ ചെയ്തു, അവരുടെ കൗണ്ടർ അറ്റാക്ക് വന്നു, പിന്നെ നമ്മൾ കൗണ്ടർ അറ്റാക്ക്, 7 കൗണ്ടർ അറ്റാക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മീറ്റേഴ്സൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു വീർചക്ര ജേതാവിൻ്റെ വാർത്ത നേരത്തെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ബോഫേഴ്സിൻ്റെ ക്ലോസ് സപ്പോർട്ടാണ്. അതില്ലായിരുന്നെങ്കിൽ പിന്നെയും കുറേ ആളുകളെ നമുക്ക് ബലി കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ബ്രിഗേഡിയർ പിള്ളെ പറഞ്ഞ പോലെ നമ്മുടെ ഈ 80s ബോഫേഴ്സ് വരുന്നത്. ബോഫേഴ്സ് നമുക്ക് ഒരു നല്ല വെപ്പണാണ്, ക്ലോസ് സപ്പോർട്ട്. അത് ഞാൻ ഗണ്ണറായതുകൊണ്ട് എനിക്കറിയാം, ഞാനത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കേപ്പബിലിറ്റിക്ക് നമുക്ക് സംശയമൊന്നുമില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ അവരും പാകിസ്ഥാനികളും നല്ലപോലെ ഫൈറ്റ് ചെയ്തു. നമുക്ക് 4 PVC പരമവീർ ചക്ര ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള മൂന്ന് പേര് അതിന് അർഹരായിട്ടുണ്ട്. അപ്പം വളരെ ദുഷ്കരമായ വളരെ ടെൻസ് ഫൈറ്റിംഗ് ആണ് നടന്നത്. പക്ഷേ ഫൈനലി നമ്മുടെ സൈന്യത്തിൻ്റെ ധൈര്യത്തിൻ്റെ മുമ്പിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഓൾവേസ് ദേ സെഡ് ഇത് മുജാഹിദീൻസിൻ്റെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ മരിച്ച ചില ഇൻഫൻട്രി സോൾജേഴ്സിനെ പോലും അവരുടെ ബോഡി ക്ലെയിം ചെയ്തില്ല. അവർക്ക് വേണ്ടിയിട്ട് നമാസ് ചെയ്ത് നമ്മുടെ മൗലവിയാണ് നമാസ് വായിച്ചിട്ട് അവർക്കുള്ള മിലിറ്ററി ഫ്യൂണറൽ കൊടുക്കുന്നത്. ഇതൊക്കെ അവർക്കൊരു നാണക്കേടാണ്. ഈ പറഞ്ഞ പോലെ രാജ്യത്തിന് വേണ്ടി ജീവൻ തന്നെ വെച്ചിട്ട് അവർക്ക് ഒന്നും അവരുടെ ബോഡി തന്നെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ പ്രതിഷേധങ്ങൾ അന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം മനുഷ്യത്വമില്ലാത്ത ആൾക്കാരാണ് അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ആർമിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു 62-ൽ നമ്മൾ പാഠം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 71-ൽ നമുക്കൊരു വിജയം നമുക്ക് കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കൺവെൻഷണൽ വാർ ഉണ്ടായിട്ടില്ല. പക്ഷേ ആർമി വേണ്ട എന്നുള്ളൊരു രീതി എന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൺവെൻഷണൽ വാർ ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞത് എങ്കിലും പക്ഷേ ഈ 89-ൽ മനസ്സിലാക്കണം, ഈ മിലിറ്റൻസി ഇവിടെയുണ്ട്, നോർത്ത് ഈസ്റ്റിൽ ഇൻസർജൻസി ഉണ്ട്. അപ്പോൾ ആർമിയുടെ റിക്വയർമെൻ്റ് എല്ലായിടത്തും അവിടെയുള്ള ആസാം റൈഫിൾസിൻ്റെ ഓഫീസർ കാഡർ നമ്മുടെ ഇതിൽ നിന്നാണ്. ഇവിടെയുള്ള നമ്മുടെ ആർമിക്കാർ തന്നെയാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ മുഴുവൻ ആർമി ആയിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ ഇൻറ്റേർണലിൽ പോലീസ്, CRPF വഗര, BSF വഗര അങ്ങനെയുള്ളവരൊക്കെ ഏറ്റെടുത്തു. പിന്നെ ഈ ടൗണുകളിൽ നിന്ന് ആർമി മാറി. എങ്കിലും പിന്നെയാണ് ഈ RR സെക്ടർ വരുന്നത്, രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സെക്ടർ വരുന്നത്. അവരാണ് ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഈ 8 നോർത്ത് ഈസ്റ്റിൻ്റെ പീസ്ഫുൾ ഒരു ഇത് വന്നപ്പോൾ അവിടെ നിന്ന് 8 മൗണ്ടൻ ഡിവിഷനെയാണ് ഇവിടെ കൊണ്ടുവന്ന് വാലിയിൽ കൗണ്ടർ ഇൻസർജൻസിക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചത്. അപ്പോൾ ഈ കാർഗിൽ ഉണ്ടായപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫോഴ്സ് അക്ലമറ്റൈസ്ഡും ഈ കാശ്മീരിൻ്റെ ഭൂപ്രകൃതി അറിയുന്നതുമായ ഒരു ഫോഴ്സ് 8 മൗണ്ടൻ ഡിവിഷൻ എന്ന പേരിൽ നമുക്കുണ്ടായിരുന്നു. അവരാണ് പിള്ള പറഞ്ഞ പോലെ ഇവിടെ ഒരു ലിമിറ്റഡ് വാറാണ്. ഒരു 121 ബ്രിഗേഡിൻ്റെ ഏരിയ ആണിത്. അത് 3 ഡിവിഷൻ്റെ ഭാഗമായിരുന്നു. ഈ കംപ്ലീറ്റ് സ്ഥലം 15 കോറിൻ്റെ മാത്രമായിരുന്നു. അപ്പോൾ ഈ 3 ഡിവിഷൻ്റെ ഈ സ്ഥലത്തേക്ക് 8 3 ബ്രിഗേഡ് വന്നു. ഈ 121 ബ്രിഗേഡ് ഉണ്ട്. പിന്നെ റിസർവ് എലിമെൻറ്റ്സ് ഓഫ് 3 ഇൻഫൻട്രി ഡിവിഷനൊക്കെയാണ് ഇതിൽ എംപ്ലോയ് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ അതിനുള്ള നമുക്കൊരു പ്രതികരിക്കാൻ പറ്റിയത് ശക്തമായിട്ട്. ഈ പറഞ്ഞ പോലെ ആർട്ടിലറി, ഈ റഷ്യക്കാർ നമ്മൾ 100 ഗൺസ് കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ആർട്ടിലറി ഉപയോഗിച്ചത്. അതിൻ്റെ പിനാക്ക പറഞ്ഞല്ലോ, DRDOയുടെ പിനാക്കയൊക്കെ ടെസ്റ്റിങ്ങും അതിൻ്റെ ഫയറിങ്ങും ഒക്കെ ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ അതുപോലെ പല വെപ്പൺസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും കൂടെ ഏകോപിച്ചുള്ള എയർഫോഴ്സും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴേ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചു എന്നുള്ളതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാർഗിൽ റിവ്യൂ കമ്മിറ്റി ഉണ്ടാകുന്നത്. അതിൻ്റെ ഹെഡ് ചെയ്തത് ഡോക്ടർ സുബ്രഹ്മണ്യമാണ്, ഇപ്പോഴത്തെ നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ അച്ഛനാണ്. അങ്ങനെ വളരെ ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പല വോളിയമുള്ള റിപ്പോർട്ടായിരുന്നു. അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാക്കി. അതിൻ്റെ ഉരുത്തിഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് DMA എന്ന് 2 ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം നമ്മുടെ ചില പിഴവുകൾ വന്നിട്ടുണ്ട്. പിഴവുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇങ്ങനെ അതൊക്കെ തിരുത്തണം എന്ന് വെച്ചാൽ. പിന്നെ ഒരു കോർഡിനേഷൻ വാസ് ലാക്കിങ് ബിറ്റ്വീൻ എമംഗ് ഓൾ ദ ഫോഴ്സസ്. ഇപ്പം ഈ ഇൻ്റലിജൻസിൻ്റെ റോ ഉണ്ട്, നമ്മുടെ IB ഉണ്ട്, എല്ലാവർക്കും സോഴ്സ് ഒരാളായിരിക്കും. ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് പക്ക. പിന്നെ എവരിബഡി ഗാർഡ്സ് ദ ഇൻ്റലിജൻസ് ടു ദെംസെൽസ്. നമ്മുടെ ബോസിനെ മാറ്റിയേ കൊള്ളുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ഏജൻസി ഉണ്ടാവണം. അങ്ങനെയാണ് സിസ്ക് ഒക്കെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സിസ്ക് എന്ന് പറഞ്ഞ ഒരു എല്ലാത്തിൻ്റെ ആർമി നേവി എയർഫോഴ്സിൻ്റെ കോർഡിനേഷന് വേണ്ടി ഉണ്ടാവുന്നത്. CDSന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത് കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും അതിൻ്റെ നടപ്പാക്കലുമൊക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വാർ നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്യണം. ആർമി ഫോർ സുരക്ഷ ദ കോസ്റ്റ് ഓഫ്
സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി അതിൻ്റെ കോസ്റ്റ് ഒന്നുമല്ല. എത്ര കോസ്റ്റ് ആണെങ്കിലും അത് കുറവാണെന്ന് കരുതണം. നമ്മുടെ ബജറ്റ് GDP-യുടെ ഒരു 2% വളരെ കുറവാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് നമ്മുടെ ആത്മനിർഭരതയ്ക്ക് ശരിക്കും 100% ആക്കണമെങ്കിൽ അതിലും കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടാവണം. നമ്മുടെ DRDO ഷുഡ് വർക്ക് ആൻഡ് പ്രൊഡ്യൂസ് റിസൾട്ട്സ്. ദേ ഷുഡ് ബി മെയ്ഡ് അക്കൗണ്ടബിൾ എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ പറയാനുള്ളത്, ഈ ബജറ്റ് കിട്ടുന്ന നമ്മുടെ പെൻഷൻ്റെ കാര്യം അഗ്നിവീറിനൊക്കെ തീർത്തൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്ന് നമുക്ക് അറിയാനുള്ളത്, ഈ പെൻഷൻ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഇപ്പോൾ നമ്മളെ ലോങ്കിവിറ്റി കൂടുന്നുണ്ട്. നമ്മുടെ 15 ലക്ഷം സൈനികരുണ്ട്. അതിൽ ഇതാകുന്ന ഇപ്പോഴത്തെ നമ്മുടെ ലോങ്കിവിറ്റി കൂടിയിട്ടുണ്ട്. 70 കൂടുതലാണ് ഇപ്പോൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ പെൻഷൻ സാധാരണ കൂടും. അത് ഈ ഡിഫൻസ് ബജറ്റ് കാണിക്കേണ്ട കാര്യമില്ലെന്നാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ കാര്യക്ഷമമായ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഗവൺമെൻറ്റിന് ഉണ്ടാവണം. ഇല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഓടി തന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡോക്ടർ മോഹനപ്പിള്ള പറഞ്ഞ പോലെ കാർഗിൽ സമയത്ത് ഞങ്ങളുടെ ആർമി ചീഫ് ജനറൽ മല്ലിക്കായിരുന്നു. ഞാനന്ന് ആർമി ഹെഡ്ക്വാർട്ടറിലുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ആദ്യമൊക്കെ തന്നെ എനിക്ക് വിവരം കിട്ടുന്നത് MOയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ ഞാൻ എല്ലാ പരസ്യമാകുന്നതിനെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്തോ വളരെ ഗൗരവമായ കാര്യമുണ്ട്. അന്ന് ജനറൽ വിജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, ആർമി പുറകോട്ട് നോക്കില്ല, ഇപ്പം ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഗവൺമെൻറ്റിന് ഞങ്ങളുടെ ആർമിക്ക് പുറകോട്ട് നോക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത്. ഇത് കൗട്ടില്യം പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. നമ്മുടെ ബോർഡർ സമാധാനമായെങ്കിലേ നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു സൈനികനെ പുറകിലേക്ക് നോക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സൈനികരുടെ ആത്മവിശ്വാസമാണ് രാജ്യത്തിന്റെ മുഴുവൻ ആത്മവിശ്വാസവും എന്നുള്ളതാണ്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. നമ്മുടെ ചർച്ചയുടെ സമയം ഏതാണ്ട് തീരാറായിരിക്കുന്നു. സുബൈദാർ രമേശ് കുമാർ, താങ്കൾ അല്പം വൈകിയാണ് നമ്മുടെ ചർച്ചയിൽ പങ്കാളിയായത്. ചോദിക്കാനുള്ളത്, തുടക്കം തൊട്ട് തന്നെ നമ്മുടെ അതിഥികളെല്ലാം പറയുന്നുണ്ടായിരുന്നു, കാർഗിൽ യുദ്ധം, അതിനെ തുടർന്നുണ്ടായ മാറ്റങ്ങൾ, എല്ലാത്തിനെക്കുറിച്ചും രാജ്യത്തുണ്ടാക്കിയ വലിയ മാറ്റം എല്ലാത്തിനെക്കുറിച്ചും പറയുന്നതിനൊപ്പം തന്നെ യുവത്വത്തിന് അത് നൽകിയ ഒരു സന്ദേശം എന്താണ് എന്നുള്ളത്. നമുക്കറിയാം, യുവത്വം ആഘോഷമാക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെ മണ്ണ് സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു ലഹരിയാണ്. അതാണ് ഇവിടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഈ അതിഥികൾക്കെല്ലാം അവരത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുകയുണ്ടായി ദ്രാസിൽ സംസാരിച്ചപ്പോൾ. പ്രതിപക്ഷം വലിയ രീതിയിൽ അതിനെതിരെ ആരോപണങ്ങളൊക്കെ അഴിച്ചുവിടുന്നുണ്ട്. അത് ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ അതിനെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ അതിഥികൾക്കെല്ലാം തന്നെ ആയിരിക്കും. അതെന്തൊക്കെയായാലും അത് രാഷ്ട്രീയമായ കാരണങ്ങളൊക്കെ പലതുണ്ടാകും. അങ്ങനെയാണെങ്കിലും നമുക്കറിയാം, നിർബന്ധിത സൈനിക സേവനം യുവാക്കൾക്ക് നിർബന്ധമാക്കിയ രാഷ്ട്രങ്ങൾ വേറെയുണ്ട്. ഇത് അതിനപ്പുറത്തേക്ക് അവരെ നമ്മുടെ സേനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള, എനിക്ക് തോന്നുന്നു, പല സ്റ്റേറ്റുകളും അവർക്ക് വേണ്ടി സംവരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ ഈ സൈനിക സേവനം കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രതിപക്ഷം പറയുമ്പോൾ യുവാക്കളെ തിരിച്ചു പിടിക്കുകയല്ലേ ചെയ്യുന്നത് ഈ സേനയിലേക്ക് ഇറങ്ങുന്ന രാജ്യസേവനം ചെയ്യുന്നതിൽ നിന്ന് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ സംശയം. സുബൈദാർ രമേശ് കുമാർ സർ, കേൾക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സർ, അൺമ്യൂട്ട് ചെയ്തായിരുന്നു? പറഞ്ഞോളൂ. സമയം കുറവാണ്, നമുക്ക് ഒന്ന് വേഗത്തിലാക്കിയാൽ ഉപകാരമായിരുന്നു. അതെ, അത് ഈ അഗ്നിവീറിന് ചില ഡീമെറിറ്റ്സുകൾ ഉണ്ടെങ്കിൽ പോലും അഗ്നിവീർ കൊണ്ടുവന്നത് എന്തുകൊണ്ടും നല്ലതായി എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം ഞാൻ 1990 എൻറോൾമെന്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഒരുപാട് ധാരാളം എൻറോൾമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആർമിയിൽ വന്നതിന് ശേഷം എനിക്ക് ഇത് കുറെ കൂടി ബെറ്റർ ജോലി കിട്ടുമായിരുന്നു എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതിൽ നല്ല വിദ്യാഭ്യാസമുള്ള കൂടുതൽ പല എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരൊക്കെ ആയിരിക്കും അവർ വേറെ ഒരു ജോലി എനിക്ക് ഓപ്പർച്യൂണിറ്റി ചെയ്യാമായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് ഇട്ട് കളഞ്ഞു പോയാൽ മതി, എന്നെ ഇപ്പം വിടണം, ഇപ്പം പോകും, അങ്ങനെയൊക്കെ ഉള്ളൊരു
കാലം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോ 50%, അതായത് നേരത്തെ 25% ആയിരുന്നെങ്കിൽ ഇപ്പോ 50% വരെ പെർമനന്റ് ആക്കുന്നുണ്ട്. അത് അപ്പം വേണ്ടാത്തവർ നമുക്ക് ആർമി വേണ്ട, അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വിട്ടിട്ട് പോകാനുള്ള ഒരു ചാൻസ് കൂടെയാണ്. അത് പോയിട്ട് അവർക്ക് നല്ല ഒരു ഡിസിപ്ലിനായ ഒരു ജവാനെ വാർത്തെടുത്ത് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ കഴിയും. അറിയാം, നമ്മുടെ യുവത്വം ഇപ്പോൾ ഈ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലാണ് ഏറ്റവും നമ്മളെ യുവാക്കൾ വഴിതെറ്റുന്നത്. ആ വഴിതെറ്റുന്ന സമയത്ത് ഈ മയക്കുമരുന്നിനും അതുപോലെയുള്ള പല ഇതിനും അടിമപ്പെടാതെ നല്ല ഒരു ജവാനായിട്ടും ഒരു ഡിസിപ്ലിൻഡ് ജവാനായിട്ടും വാർത്തെടുക്കാൻ അഗ്നിവീറിന് കഴിയും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പല ഫോഴ്സിലും CISF, CRPF, BSF അതുപോലുള്ള പല ഫോഴ്സിലും 10% സംവരണം അഗ്നിവീറിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് അഗ്നിവീറിനോട് യോജിപ്പാണുള്ളത്. അത് ചില ഡീമെറിറ്റ്സ് ഉണ്ടാകും, പെൻഷന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കാം. എന്നാലും ഈ പല രാജ്യങ്ങളിലും ഈ കമ്പൽസറി സൈനിക സേവനം നടത്തുന്നു. 2 വർഷം കഴിഞ്ഞ് 3 വർഷവും 4 വർഷം പോലെ കമ്പൽസറി നടത്തുന്നുണ്ട്. നമുക്ക് ഇതൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള, താങ്കളിലേക്ക് പെട്ടെന്ന് വരികയാണ്. കാരണം ഇനി അടുത്തൊരു കോൺഫ്ലിക്റ്റ്, ഒരു പക്ഷേ ഒരു കൺവെൻഷണൽ വാർ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ ചർച്ചയിൽ പറയുകയുണ്ടായി ബ്രിഗേഡിയർ വേണു നായർ. പക്ഷേ ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചൈനയായിരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. ഡോക്ടർ മോഹൻ പിള്ള, താങ്കളോടാണ്. ഓഫ് കോഴ്സ്, അതിൻ്റെ കാരണം കൺവെൻഷണൽ വാർ എന്നുള്ളത് ഒരു മേയർ കൺസെപ്റ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. കാര്യം 71 വാറിൽ ഇന്ദിരാഗാന്ധി വാസ് ദ ഹെഡ്, ഒരു ലീഡിങ് ഫിഗർ ആയിരുന്നു. അപ്പോൾ ഓപ്പോസിഷനിലുണ്ടായിരുന്ന വാജ്പേയിയാണ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത് ദുർഗ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത്, വെൻ വാജ്പേയി ബിക്കേം ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹീ ഓൾസോ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി അല്ലാതെ വളരെ ഹീറോയിസം കാണിച്ച് തന്നെ കാർഗിൽ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ബാലൻസിങ് ഇക്വേഷൻസ് വന്നപ്പോഴും എല്ലാവരും അന്നു മുതലേ പറയുന്നുണ്ട്, ചൈനയെ മാത്രം കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല ഒരു കാരണവശാലും. ഹിന്ദി, ചീനി, ഭായി അല്ലെങ്കിൽ പഞ്ചശീല ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കും. അവരെ ട്രസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു ഗ്രൂപ്പാണ് ചൈന എന്ന് പറയുന്നത്. അതുപോലെ എക്സ്റ്റേണൽ അഫെയർ, അതായത് വിദേശകാര്യത്തിലും ട്രസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു ഓപ്പർച്യൂണിസ്റ്റാണ് US എന്ന് പറയുന്നത്. അതായത് അവരുടെ കൺട്രിയുടെ നിലനിൽപ്പിന് വേണ്ടി അവരെന്തും ചെയ്യും, ആരുമായിട്ടും കൂട്ടുകൂടും. ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ചൈനയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് തവാങ് സെക്ടർ, ബേസിക്കലി ഈ തവാങ് സെക്ടർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ടിബറ്റായിട്ടാണ് അവർ കാണുന്നത്. അവർ ഒരു കാരണവശാലും അതായത് എന്തിനാണ് ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള തവാങ്, അരുണാചലിൻ്റെ പാർട്ടായിട്ടുള്ള തവാങ്ങിൽ നിന്ന് ഒരാൾ ചൈനയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ വിചാരം അത് അവരുടെ ആളാണ്, പാസ്പോർട്ട് വേണ്ട എന്നാണ്. പാസ്പോർട്ട് ഇല്ലാതാണ് അവർ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അതായത് അരുണാചൽ തവാങ് സെക്ടറിൽ നിന്ന്. അപ്പം ഈ തവാങ് സെക്ടർ എന്ന് പറയുന്നത് അതൊരു മേജർ ത്രസ്റ്റ് ഏരിയയാണ് ഇൻ ഫ്യൂച്ചർ. അത് നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ എൻ്റെ സർവീസ് തുടങ്ങിയ ഇനിഷ്യൽ ടൈമിൽ തവാങ്ങിലായിരുന്നു. ക്രിമു ആൻഡ് എഹെഡ് ഓഫ് ദാറ്റ് മരേല, ടാങ്ല ആൻഡ് വാട്ട് ബ്രിഗേഡിയർ നായർ സെഡ് അവിടെ ആസാം റൈഫിൾസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ സബ് ഡിവിഷൻസ് ഉള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ എന്തിനാണ് ഈ സബ് ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? കാര്യം ഇന്ത്യ ഒരു മതേതര രാജ്യവും അതുപോലെ തന്നെ പീസ് ലവിങ് കൺട്രിയും ആകുമ്പോൾ നമുക്ക് ഡിഫൻസ് ഫോഴ്സസിൻ്റെ സ്ട്രെങ്ത് ഇത്രയും എന്തിന് എന്നൊരു ചോദ്യം വന്നു. അതായത് വീണ്ടും ആർമിയുടെ സ്ട്രെങ്ത് കൂട്ടുക. ഓരോ രാജ്യത്തിൻ്റെയും സ്ട്രെങ്ത് കൂട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവർ ബുദ്ധിപൂർവ്വം ഓരോ സെക്ടറിന്, ഓരോ ഏരിയയ്ക്ക്, ഫോർ എക്സാമ്പിൾ ടിബറ്റിൻ്റെ ബോർഡർ കാക്കാൻ എന്നുള്ള രീതിയിൽ ITBP ഉണ്ടാക്കി. ആസാമിൻ്റെ സെക്ടർ ഉണ്ടാക്കാനായിട്ട് ആസാം റൈഫിൾസ് ഉണ്ടാക്കി. അതുപോലെ ജസ്റ്റ് ആർമിയല്ല, ബോർഡർ മാത്രം സെക്യൂർ ചെയ്യുക. ഞങ്ങൾ വി ആർ പീസ് ലവിങ്, വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു എനി വാർ, ഒരു യുദ്ധത്തിലും ഇൻവോൾവ് ആവേണ്ട, അതിനുവേണ്ടി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ടാക്കി. അപ്പം ഇൻ പ്രിൻസിപ്പിൾ ദേ ഓൾ ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഫോർ ദ കൺട്രീസ് ഡിഫൻസ് ആസ് സച്ച്. എൻ്റയർ ഡിഫൻസിലാണ് അവർ ബേസിക്കലി ഉള്ളത്. പക്ഷേ
ഔട്ട്സൈഡിൽ കണക്ക് കാണിക്കാനായിട്ട് നമുക്ക് ഓരോ സബ് ഡിവിഷനെ കാണിക്കുന്നത്. റെഗുലർ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി എത്രയുണ്ട്, അതാണ് ആ ഒരു കാര്യത്തിലോട്ട് വരുന്നത്. പക്ഷേ എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുമായിട്ടുള്ള റിലേഷൻസ് ഇൻ ഫ്യൂച്ചർ ഒരു കാരണവശാലും അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയുമുള്ള കൺവെൻഷണൽ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയുമായിട്ടേ ഉള്ളൂ. കൺവെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, ചൈനയുമായിട്ടല്ലാതെ ഒരു വാർ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ ഒരിക്കലും ഇനിയും നമ്മളുമായിട്ട് നമ്മൾ ശരിക്കും ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയാൻ വരില്ല. കാരണം അത് പാകിസ്ഥാൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പിൻ്റെ മാതിരിയാണ്. തല പൊക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തലക്കിട്ടൊരു അടി കൊടുക്കുന്നു. ഒരടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ മയങ്ങി കിടക്കും. വീണ്ടും പൊങ്ങി വരാൻ നോക്കുമ്പോൾ ഒരടി കൂടെ കൊടുക്കുക, അപ്പം മയങ്ങി കിടക്കും. ഈ ഒരു പോളിസി മാത്രം നമ്മൾ പാകിസ്ഥാനെന്ന് ഞാൻ ഒരിക്കലും അഡ്രസ്സ് ചെയ്യില്ല. അത് ടെററിസ്ഥാനാണ്, ടെററിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ്. പാക്കികളുടെ അല്ല, ടെററിസ്റ്റുകളുടെയാണ്. അപ്പം ഐ ജനറലി അഡ്രസ് ദം ആസ് ടെററിസ്റ്റാൻ. അപ്പോൾ ആ ടെററിസ്റ്റാണ് നമ്മൾ ഒരിക്കലും ഇനിയും കൂടുതൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട് ചൈന ഈസ് ദ മേജർ ഫോക്കസ് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പം മൗണ്ടൻ വാർഫെയറിൽ ബ്രിഗേഡിയർ നായർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആക്കുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കുഴപ്പമല്ല, നമ്മളുടെ അതായത് 5-6 ദിവസമൊക്കെ നടന്ന് റൈഫിൾ അല്ലെങ്കിൽ വെപ്പണൊക്കെ ചുമന്ന് ആണ് അവിടെ ഓരോ പോയിന്റിലും എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആ സ്ഥിതി മാറി. നേരെ മറിച്ച് ആ സമയത്ത് ചൈനയുടെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? അവരുടെ ഓരോ പോയിന്റിലും അവരുടെ വെഹിക്കിൾ വരുമായിരുന്നു, വണ്ടി വന്ന് അവർ സാധനങ്ങൾ റേഷനും കാര്യങ്ങളും കൊടുക്കുമായിരുന്നു. നേരെ മറിച്ച് നമ്മൾ എത്ര ഡിഫിക്കൽട്ടി ആയിരുന്നു ഒരു പോയിന്റിൽ എത്താൻ തന്നെ 3-4 ദിവസം നടന്നാണ് നമ്മുടെ ഇന്ത്യ പോയിന്റിൽ എത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ആത്മവീര്യം ഒരിക്കലും നഷ്ടപ്പെടാതെ ഇന്ത്യൻ ആർമി അതായത് യുവാക്കളുടെ ആർമിയിലേക്ക് അല്ലെങ്കിൽ സേനയിലേക്ക് വരാനുള്ള ഉത്തേജക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എക്സാമ്പിളുകളാണ്. അത് കണ്ടാണ് തീർച്ചയായിട്ടും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ദാറ്റ് ഈസ് ദ പ്രൈം. അതായത് അവർ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും സേഫായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ കുറേ കണ്ണുകൾ അയൽവക്കത്തോട്ട് നോക്കി അവിടെ നിന്നൊന്നും വരുന്നില്ല എന്ന് നോക്കിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ നമ്മൾ വീണ്ടും നമ്മളുടെ രാജ്യത്തെയോ സൈന്യത്തെയോ ഒരു കാരണവശാലും കുറച്ച് കാണിക്കുകയില്ല എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. രാജ്യസുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സമയം തികയില്ല. കേണൽ ആർ കെ നായർ, ക്ഷമിക്കണം സർ, നമുക്ക് സമയ പരിമിതി കൊണ്ടാണ് താങ്കളിലേക്കും എത്തേണ്ടതുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്ന സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും രാജ്യമാണ് പ്രധാനം, രാജ്യസുരക്ഷയാണ് പ്രധാനം എന്നുള്ളത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി അത് പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്തേ പ്രേക്ഷകർക്കും.